എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് വീറിനെ പൂട്ടിയിട്ട മുറിയിൽ അവനിരുന്ന് എന്താ ആലോചിക്കാണ്. എന്താണെന്നുള്ളത് അവന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കെന്നിനെ പിടിച്ചുകൊണ്ട് കെൽവിൻ വന്നത്. എന്തിനാ ഇവനെ കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീറും കെന്നും കൂടി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടല്ലോ. അപ്പൊ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് കെൽവിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ കെന്നാണെങ്കിൽ ഈ റൂമും നമ്മുടെ വീറിനെ പൂട്ടിയിട്ടേക്ക് കണ്ടിട്ട് ആകെ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടല്ലേന്ന്. അപ്പോൾ നമ്മുടെ വീട് പറയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും നിനക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. അങ്ങനെ ചെറിയൊരു വാഗ്വാദം അവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒടുവിൽ നമ്മുടെ വീറിന് മനസ്സിലായി നമ്മുടെ കെൽവിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അവനൊരു അത്ര സൈക്കോ ഇട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ചിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന നമ്മുടെ കെൽവിനാണെങ്കിൽ കെന്നിനെ പിടിച്ച് പുറത്താക്കാണ്. ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞിട്ടാണ് പുറത്തേക്ക് എറിയുന്നത്. ഇതിന് ശേഷം നമ്മളെ സീൻ കട്ട് ചെയ്തിട്ട് പാസ്റ്റിട്ടാണ് പോകുന്നത്. ഗ്രാൻഡ് മദറിന് വയ്യാത്തതുകൊണ്ട് തന്നെ മലേഷ്യക്ക് പോകാൻ നിൽക്കുന്ന ലിലിറ്റ് ആണെങ്കിൽ അവൻ്റെ പാസ്പോർട്ട് എവിടെ വെച്ച് മറക്കുന്നുണ്ട്. അത് തപ്പി നമ്മുടെ വീറിൻ്റെ റൂമിൽ വരുന്നുണ്ട്. വീറിന് കൈയോടെ കോൾ ചെയ്ത് പറയുന്നുണ്ട്, പാസ്പോർട്ട് കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് തപ്പുവാട്ടോ എന്ന്. അങ്ങനെ ആ റൂം ഫുള്ളും തപ്പുന്നുണ്ട്. പക്ഷെ അവനത് കിട്ടുന്നില്ല. തിരിച്ചു പോകാന്ന് പറഞ്ഞ് എണീക്കുന്ന അവനാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ചെന്ന് കൈ തട്ടാണ്. ഈ ഗിഫ്റ്റ് വേറെ ആരുമല്ല, നമ്മുടെ കെൽവിൻ കൊടുത്ത ഗിഫ്റ്റാണ്. അതാണെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോകുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യാലോ എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴാണ് അവൻ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതിൽ ഒരു ക്യാമറ ഒളിച്ചിരിപ്പുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാമറ ഇവിടെ വെച്ചേക്കുന്നതിൻ്റെ ആവശ്യം അവനൊന്ന് തിങ്ക് ചെയ്യുന്നുണ്ട്. പയ്യ വീട് ഫുള്ള് അവനൊന്ന് പരതി വെക്കുകയാണ്. വീടിൻ്റെ ഓരോരോ കോർണറിലായിട്ട് ചെറിയ ചെറിയ ഹിഡൻ ക്യാമറാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ നല്ല രീതിക്ക് തന്നെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ വീട് ഫുള്ളും സെർച്ച് ചെയ്തപ്പോൾ കുറേ ക്യാമറാസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതിലൂടെ അവന് മനസ്സിലാവുന്നുണ്ട് കെൽവിനാണ് ഇതെല്ലാം ചെയ്തതെന്ന്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ന്യൂസ് സ്പ്രെഡ് ആവുകയാണ്. അതായത് ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് നടത്തിയതിൻ്റെ പേരിൽ കാത്തക്ക് നല്ല രീതിയിൽ റിമാൻഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. ഇതേ തുടർന്ന് കാത്തയാണെങ്കിൽ മകനായിട്ടുള്ള കെന്നിനെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അസിസ്റ്റൻറ്റിനോട് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി കെന്നാണെങ്കിൽ ആ ഒരു റിപ്പോർട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന്. നീ പോയി വീട്ടിലിരിക്കുക, എന്താണെന്ന് വെച്ചാൽ ശരിയാക്കാനൊക്കെ ഫാദർ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അതോറിറ്റീസ് വിളിക്കുമ്പോഴേക്കും അവൻ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ തെറ്റാണ് കേട്ടോ, ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാമെന്ന്. ആദ്യം താനിപ്പോൾ വാർത്ത വരുന്ന ന്യൂസും കാര്യങ്ങളെല്ലാം കാണും, എന്നിട്ട് തിരിച്ചൊന്ന് കോൾ ചെയ്യാനായിട്ട്. അവൻ അതേപോലെ ന്യൂസ് എടുത്ത് കാണുന്നുണ്ട്. ന്യൂസിൽ പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കെന്നിൻ്റെ മാരേജ് കാര്യങ്ങളെല്ലാം ഫേക്ക് ആയിട്ടുള്ളതാണ്. അവന് വേറെ പെണ്ണുങ്ങളായിട്ട് അഫെയർ ഉണ്ടെന്നൊക്കെയുള്ള എല്ലാ കാര്യം അതും വിത്ത് പ്രൂഫ് വെച്ച് ലീക്കായേക്കാണ്. ഈ ഒരു സമയത്തിന് തന്നെ നമ്മുടെ കെൽവിനാണെങ്കിൽ അവൻ്റെ സ്ഥാനം നേടിയെടുക്കുകയാണ്. ഈ കാത്തയുടെ സ്ഥാനം അവിടുന്ന് മാറ്റിയിട്ട് ഗ്രൂപ്പിൻ്റെ CEO ആയിട്ട് ഇപ്പോൾ കെൽവിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കാണ്. ഇത് അവർക്ക് ഭയങ്കര രീതിയിൽ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഫാദർ ആണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാര്യങ്ങളൊന്നും ഇനി സ്മൂത്തായിട്ട് പോകില്ലെന്ന് മനസ്സിലായ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ വീറും കെൽവിനും കൂടി വരുന്നത്. കെൽവിനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ എൻ്റെ സെക്യൂരിറ്റിനെ വിളിച്ച് പുറത്താക്കട്ടെ എന്ന്. നിങ്ങളുടെ പഴയ ടീം മെമ്പേഴ്സ് ആരും ഇവിടെ ഇല്ല, എല്ലാവരെയും ഞാൻ ഇവിടുന്ന് പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. അതിന് നിനക്കെന്താ അവകാശം എന്ന് പറയുമ്പോഴാണ് ആ പേപ്പേഴ്സ് എടുത്ത് കാണുന്നത്. ഇപ്പോഴത്തെ CEO നമ്മുടെ കിന്നാണല്ലോ, അതിൻ്റെ പേരിൽ ഒരു ചെറിയ വഴക്കെടുക്കുന്നുണ്ട്. അവസാനം അച്ഛനെ ഒന്ന് അവൻ തള്ളുന്നുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് മര്യാദക്ക് റെസ്റ്റ് എടുക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ന്യൂസൊക്കെ സ്പ്രെഡ് ആവാണ്. നമ്മുടെ പഴയ CEO ആയ കാത്ത റിമോൻഡ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ പുതിയതായിട്ട് അവൻ്റെ മകൻ കെൽവിനാണ് ആ പദവി ഏറ്റെടുത്തേക്കുന്നതെന്നൊക്കെ. ഇതെല്ലാം കണ്ടുകൊണ്ട് വീട്ടിൽ ലിലിറ്റ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ വീറാണെങ്കിൽ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഫ്ലൈറ്റ് ഒന്ന് ചെറുതായിട്ട് മിസ്സായി, അതാ ഞാൻ മലേഷ്യക്ക് പോകാതിരുന്നത്. അങ്ങനെയാണ് ഞാൻ പുതിയത് ബുക്ക് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും വേണ്ടാന്നാണ് പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കെൽവിൻ നിനക്കെതിരെ പ്രവർത്തിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് രണ്ടാൻസർ ആരാ? ഒന്നാമത്തേൽ അവനങ്ങനെ പ്രവർത്തിക്കില്ല, രണ്ടാമത്തേൽ ഞങ്ങൾ അത്ര അധികം സ്നേഹത്തിലാണെന്ന് പറയുന്നുണ്ട്. ഇന്ന് രാത്രി ഞങ്ങളൊരു പാർട്ടി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ പാർട്ടിക്ക് നീ നിന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറഞ്ഞ
പറഞ്ഞിട്ടാണ് ലിലിറ്റ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം നമ്മുടെ വീറാണെങ്കിൽ നീ വരാറായില്ലേ, ഞാൻ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും അയക്കുന്നുണ്ട്. അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ കെൽവിൻ ആണെങ്കിൽ ഡബ്ല്യു ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട്. ഈ ഒരു ഗ്രൂപ്പ് ശരിക്കും നമ്മുടെ വീറിൻ്റെ ഫാമിലി ഗ്രൂപ്പായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമായിരുന്നു. പക്ഷേ അത് വീററിയാതെ തട്ടിയെടുത്തിട്ടാണ് ഇപ്പോൾ കെൽവിൻ അവരായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പോകുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ലിലിറ്റ് വരുന്നത്. ലിലിറ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഫുൾ ഉടായിപ്പായിരുന്നെന്ന് എനിക്കറിയാം, പക്ഷെ നീ ഇത്ര ഉടായിപ്പായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ എന്താ വിചാരിച്ചത് ഞാൻ നിന്റെ ഒപ്പം വെറുതെ നടക്കുമായിരുന്നു എന്ന്? നീ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ആ ഡബ്ല്യു ഗ്രൂപ്പായിട്ട് കരാറിൽ ഏർപ്പെടാനായിട്ടുള്ള പ്രപ്പോസലിൽ പോയത്. പിന്നെ നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് വീറ് ഒരു സിമ്പത്തിക് പേഴ്സൺ ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ്റെ സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റാനായിട്ടല്ലേ നീ ഇതൊക്കെ കാണിച്ചത്. അത്രയും ക്യാമറാസ് വീട്ടിൽ ഫിറ്റ് ചെയ്തതെല്ലാം ഞാൻ ഹൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഫുള്ള് നമ്മുടെ വീറിൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു സിംഗിൾ സെക്കൻഡ് പോലും ഷൂട്ട് ചെയ്യാതെ വിട്ടിട്ടില്ല. ഈ കാര്യമൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എടാ ബിസിനസ്സാണ്. ഇപ്പം എനിക്ക് വി ഗ്രൂപ്പിനെ തകർക്കാം, അതെല്ലാം ബിസിനസ്സിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് യാതൊരു ബന്ധമില്ല. എത്ര കള്ളം പറഞ്ഞാലും അത് ബിസിനസ് വളരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരെയും വളർച്ചക്കാണ്. എടുത്ത് നീ സത്യം പറ, നീ ഇപ്പോൾ കാണിക്കുന്ന വീറിനോടുള്ള സ്നേഹം കളത്തരുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ മാത്രം നീ സംശയിക്കണ്ട, അത് സത്യം എന്ന് പറയുന്നുണ്ട്. ഞാനിതെല്ലാം പോയിട്ട് വീറിനോട് പറയാൻ പോവാ. അവൻ എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യട്ടെ. ഇത്രയും നേരമായിട്ട് ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല, കാരണം നിങ്ങൾ ഇഷ്ടത്തിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി അങ്ങനെയല്ല, ഞാനെല്ലാം പറയുമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന ലിനിറ്റിൻ്റെ തലക്ക് അവിടെ ഇരിക്കുന്ന ഒരു സാധനം എടുത്തിട്ട് അടിച്ചിടാണ്. അടിക്കുന്ന അതേ സെക്കൻഡിൽ തന്നെ അവൻ്റെ ബോധം പോയിട്ട് അവിടെ വീഴാണ്. ഇതേ സമയത്ത് നമ്മുടെ കെൽവിന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വേറെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സീനും അവിടെ ലിലിറ്റ് വീണ് കിടക്കുന്ന സീനും നമ്മളെ മാറി മാറി ഒന്ന് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീറ് മെസ്സേജ് അയക്കാണ്, നീ ഇങ്ങോട്ട് ഇറങ്ങാറായില്ലേ, ഞാനിപ്പോൾ തന്നെ എത്തുമെന്ന് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണോ വേണ്ടയെന്ന് ഒരു 2 സെക്കൻഡ് കെൽവിനൊന്ന് ആലോചിക്കുന്നുണ്ട്. അകത്ത് ചെല്ലുമ്പോഴേക്കും ആരെയും കാണില്ല. കുറെ കാൻഡിൽസ് കത്തിച്ചു വെച്ചേക്കായിരിക്കും. പുറകിൽ നിന്ന് വീറ് വന്നിട്ട് സർപ്രൈസ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അവനൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ പറയാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയ ഫുഡാണ്, ഒന്ന് കഴിച്ചു നോക്കുന്നത്. നീ ഭയങ്കര അൺകംഫർട്ടബിളും ടയേർഡും ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലായി കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല നിനക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് വേറൊരു വീടെടുത്ത് മാറാം. അതായത് നമ്മുടെ രണ്ടുപേരുടെ മാത്രമായിട്ടുള്ള വീട്. ഇത് കേൾക്കുന്നതും കെൽവിന് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. അവനാണെങ്കിൽ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലോങ് കിസിലേക്ക് മാറുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മളെ കാണിക്കുന്നത് വീറ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതാണ്. അവനെ നോക്കി നിൽക്കുന്ന കെൽവിൻ ആണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട് റെഡിയാവാണ്. എന്താണ് ഇത്ര നേരത്തെ റെഡിയാവുന്നതെന്ന് നോക്കുമ്പോഴേക്കും എനിക്ക് വർക്കുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അവൻ പോയ ശേഷം വീറാണെങ്കിൽ ഒരു സാധനം ഓർഡർ ചെയ്യുന്നുണ്ട്. പറഞ്ഞ സമയത്ത് എത്തിക്കണമെന്നും പറയുന്നുണ്ട്. വേറൊന്നല്ല, 2 മഗ്ഗാണ്. ഹാപ്പി ഫാമിലി എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ ബാക്കിലാണെങ്കിൽ നമ്മുടെ വീറിൻ്റെ കെൽവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് കെൽവിന് അയച്ചും കൊടുക്കുന്നുണ്ട്. കെൽവിനാണെങ്കിൽ നാളത്തെ ഒരു പ്രോഗ്രാമിൻ്റെ മെസ്സേജും കാര്യങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് ഒപ്പിടാനായിട്ട് ഡബ്ല്യു ഗ്രൂപ്പ് വന്നിരിപ്പുണ്ട്, നമുക്കന്ന് അങ്ങോട്ട് പോയാലോ എന്ന്. അവിടെ ചെല്ലുമ്പോഴേക്കും ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്, അന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്യല്ലേന്ന്. സൈൻ ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മുടെ കെൽവിനെ വീറിൻ്റെ ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട്. അവൻ ആ കോൾ എടുക്കാനായിട്ട് 1 സെക്കൻഡ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. അസിസ്റ്റൻ്റ് പറയുന്നുണ്ട്, സാറ് ഇപ്പം തന്നെ വരും, നിങ്ങൾ ബാഡായിട്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന്. പുറത്തിറങ്ങിയ നമ്മുടെ കെൽവിനാണെങ്കിൽ വീറിനോട് ചോദിക്കുന്നുണ്ട്, വീര ഞാനിപ്പോൾ ബിസിയാണ്, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാനായിട്ട്. വീറെല്ലാം സംസാരിക്കുന്നത് ഞാൻ അവനെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഫോട്ടേജ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടതെന്ന് വയ്ക്കുമ്പോഴേക്ക് 6 മണിക്കൂറിനുള്ളിൽ ഒരു 300 മില്യൺ കൊണ്ടുവന്നതിനും അങ്ങനെയാണെങ്കിൽ ഇവനെ പുറത്ത് വിടാമെന്ന് പറയുന്നുണ്ട്. ബാക്കി ഗുണ്ടകളും വന്ന് അവനെ നല്ല രീതിക്ക് തല്ലുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവൻ അവിടെ ഇട്ട് തല്ലുന്നുണ്ട്. നിന്റെ ബോയ് ഫ്രണ്ടിനോട് വേഗം പൈസ കൊണ്ടുവന്ന് തരാനൊക്കെ ഫോണിൽ കൂടി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന കെൽവിനാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. അസിസ്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട്, ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനായിട്ട് സമയമായി, അകത്തേക്ക് വന്നില്ലേന്ന്. ഒന്നും മിണ്ടാതെ അവൻ അകത്തേക്ക് പോയിട്ട് ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പോകുന്ന പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ആ ഗുണ്ടകൾ പറയാണ്, 5 മണിക്കൂർ കഴിഞ്ഞല്ലോ, ഇവൻ്റെ ബോയ് ഫ്രണ്ട് എന്താണ് ഇതുവരെ വരാത്തതെന്ന്. ഇതേ സമയം വീറ് രക്ഷപ്പെടാനും
നോക്കുന്നുണ്ട്. വീറിൻ്റെ അടുത്ത് ഒന്ന് പറയുന്നുണ്ട്, എടാ നീ ഒരു മണ്ടനാണ്, നിന്റെ ബോയ് ഫ്രണ്ട് ശരിക്കും നിന്നെ സ്നേഹിക്കൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പം നിന്നെ രക്ഷിക്കേണ്ട സമയമേ കഴിഞ്ഞു, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വീറ് പറയുമ്പോഴേക്കും ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇവൻ്റെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളല്ല. അപ്പോഴേക്കും വീറിന് മനസ്സിലാവുന്നുണ്ട് അവൻ തന്ന ഗിഫ്റ്റിൽ ആ ക്യാമറ ഉള്ളവർ. പക്ഷേ എനിക്ക് സംശയമൊന്നും വേറൊന്നുമല്ല, ഇതൊക്കെ ലിലിറ്റ് ഒന്ന് റെക്കോർഡ് ചെയ്താളൂ, ഇതൊക്കെ എങ്ങനെയാണ് ഇവരുടെ കൈ കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ അവനെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാപ്പിക്കുന്നുണ്ട്, പിന്നെ അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീറിൻ്റെ ബോധം വരുമ്പോഴേക്കും അവൻ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ അച്ഛൻ അടുത്തിരിപ്പുണ്ട്. നീ ഒന്നുകൊണ്ട് ആലോചിക്കണ്ട, നീ റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. എത്ര ദിവസവും ഞാനിങ്ങനെ കിടക്കുന്നതെന്ന് നോക്കുമ്പോഴേക്കും 3 ദിവസം എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോണും കാര്യങ്ങളെല്ലാം അടിക്കുന്നുണ്ട്. അച്ഛൻ എന്താ ആ ഫോൺ കോളൊന്നും എടുക്കാത്തതെന്ന് നോക്കുന്നുണ്ട്. അത് വേറൊന്നും അല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കമ്പനിയിലുള്ള ക്യാഷാണ് എടുത്തേക്കുന്നത്, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സൊക്കെ വിളിക്കുകയാണ്, 300 മില്യൺ അല്ലേ അതിൻ്റെ ഒരു ലോസ് കമ്പനിയിലുണ്ട് എന്ന്. ഇതെല്ലാം കൂടി കേൾക്കുന്ന അവനാകെ തളർന്നു പോവാണ്. അച്ഛൻ പോയതിന് ശേഷം ഒറ്റക്ക് കിടക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് കെൽവിൻ ശരിക്കും അവനെ സ്നേഹിക്കുന്നതെന്നും അല്ലാന്ന്. അവിടെ നിന്ന് കട്ടാക്കിയിട്ട് കാണിക്കുന്നത് ചിക്മാങ്കോയാണ്. അങ്ങനെയാണ് അവൻ നാമിനെ പരിചയപ്പെടുന്നതും അവിടേക്ക് നിൽക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് അവൻ ആ ഒരു കൺട്രിയിൽ എത്തിയെന്ന്. അവിടെ നിന്ന് സെയിം കട്ടാക്കിയിട്ട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഉണ്ടാക്കുന്ന ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ലിന്നാണെങ്കിൽ കുളിച്ച് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടാണ് ചെല്ലുന്നത്. ഫുഡ് കഴിക്കുമ്പോഴേക്കും ഫുഡ് ഇത്തിരി കോൾഡാന്നുള്ള കാര്യം പറയുന്നുണ്ട്. വേറെ തരത്തിൽ നോക്കുമ്പോഴേക്കും വേണ്ട ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അല്ല നീ ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴേക്കും എന്തിനു ചെയ്യും, വീട്ടിൽ ജോലി ചെയ്യും, കുക്ക് ചെയ്യും, പിന്നെ ഡ്രൈവിങ് ചെയ്യുമെന്ന് അറിയുന്നുണ്ട്, പിന്നെ സെൽഫ് ഡിഫെൻസ് ചെയ്യുമെന്ന് അറിയുന്നുണ്ട്, ഒരെണ്ണം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന കർട്ടൻ്റെ വള്ളിയൊക്കെ കൂട്ടി കിട്ടുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ലിന്നാണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അറിയുന്നുണ്ട് കൈ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്താൽ ഇത് ഒരു സിമ്പിളായിട്ട് പോരുന്നു. പെട്ടെന്ന് തന്നെ അവൾ എണീറ്റിട്ട് പറയാണ്, ഞാൻ പോവാണ്, വൈകുന്നേരത്തെ റിപ്പോർട്ട് എന്നെ കേൾപ്പിക്കണമെന്ന്, അതായത് പിറ്റേ ദിവസത്തെ ഷെഡ്യൂളിൻ്റെ. അങ്ങനെ നമ്മുടെ വീറാണെങ്കിൽ കെൽവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് മതിയായില്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. വീറാണെങ്കിൽ അവൻ്റെ അടവ് മാറ്റാണ്. ശരിക്കും ഞാൻ പറയട്ടെ, എനിക്ക് അച്ഛനും അമ്മേനൊക്കെ കാണണം, പിന്നെ എനിക്ക് TV ഒക്കെ കാണണം, അത്രമാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാനാണെങ്കിൽ ചെന്ന് സംസാരിക്കുന്നുണ്ട്, നാളത്തെ ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് വന്നാൽ മതി, നീ പൊക്കോളാൻ പറഞ്ഞ് അവളെയും പറഞ്ഞു വിടുന്നുണ്ട്. അന്ന് തന്നെ രാത്രിയാണ്. വീറിന് സിനിമ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കെൽവിനാണെങ്കിൽ പോപ്കോണൊക്കെ മേടിച്ചിട്ട് TV-യിൽ സിനിമ വെച്ച് കൊടുക്കുകയാണ്. എന്ത് എൻജോയ് ചെയ്യില്ലെന്ന് നോക്കുമ്പോഴേക്കും ഇത് ശരിക്കും ബോറാണ് എന്ന് പറയുമ്പോഴേക്കും അന്ന് നമുക്ക് വേറൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫിസിക്കലായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഇൻറ്റിമസി കാണിക്കുന്നുണ്ടെങ്കിലും വീറ് സമ്മതിക്കാതെ കിടന്നുറങ്ങാണ്. ഒരു ദിവസം രാവിലെയും വീറിൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വയ്ക്കുന്നുണ്ട്. എനിക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്ന് പറയുമ്പോഴേക്ക് എന്നാൽ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിന് ഇങ്ങോട്ട് വിടാം, അവൻ്റെ ഇപ്പോൾ ഷോപ്പിങ്ങിന് നോക്കുമോ അച്ഛനും അമ്മേനെയൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വന്നോളാൻ പറഞ്ഞിട്ട് ആ ചങ്ങലയുടെ കെട്ടങ്ങ് അയച്ചു കൊടുക്കുകയാണ്. എന്നാൽ ശരി പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കെൽവിൻ പോകുന്നുണ്ട്. പക്ഷേ അസിസ്റ്റൻറ്റിനെയും കൊണ്ട് വീറ് പോകുന്നത് വീറിൻ്റെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബാറിലേക്കാണ്. ഇങ്ങോട്ട് വന്ന് എന്തിനാണെന്ന് നോക്കുന്നുണ്ട്. ഇതെൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഷെഡാണ്, അതുമാത്രമല്ല ഇവിടെ നന്നായിട്ട് ബിയറൊക്കെ കുടിക്കാന്ന് പറഞ്ഞ് കുറേ കള്ളും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. ഇവരെയൊക്കെ ഫോട്ടോ കാണുമ്പോഴേക്കും നമ്മുടെ അസിസ്റ്റൻ്റ് ചോദിക്കാണല്ലോ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണല്ലേ എന്ന്. അതേന്ന് പറയുന്നുണ്ട്. കുറച്ച് ബിയറും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിയറല്ല ശരിക്കത്തെ ഡ്രിങ്ക്സ് തന്നെയാണ്. അങ്ങനെ അവൻ ബോധം കെട്ട് അവിടെ കിടക്കുമ്പോഴേക്കും രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ വീറിൻ്റെ മുമ്പിട്ട് കെൽവിൻ വരാണ്. നീ എന്തിവിടെ ചെയ്യുന്നത്, ഏതെങ്കിലും ആമ്പിള്ളേർ അകത്തുണ്ടോ, ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. നീ എന്താണ് എന്നോട് പറഞ്ഞത്, എന്താണ് ചെയ്യുന്നത്, വീട്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവനെ വീട്ടിട്ട് കൊണ്ടുവരാണ്. അല്ല നീ എന്നോട് പറഞ്ഞതൊന്നും അല്ലല്ലോ ചെയ്യുന്നതെന്ന്. എടാ നിനക്കൊരു കാര്യം അറിയോ, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നൊക്കെ നമ്മുടെ വീറ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ വീറാണെങ്കിൽ കരയാണ് ചെയ്യുന്നത്. അവൻ്റെ മനസ്സിലൂടെ പിന്നെയും ക്ലാരിറ്റി ഇല്ലാത്ത കുറച്ച് ഇമേജസ് പോകുന്നുണ്ട്. ഈ ഒരു സീനും കൂടി കാണിച്ചിട്ടാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.